വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പോവാണ് ഗോഡ് സൂക്കിലേക്കാണ് പോണത്. അപ്പോൾ പെരുന്നാൾ പ്രമാണിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിക്കുകയാണ്. നമുക്ക് കുറേ ഇതൊക്കെ കിട്ടി. അതായത് പെരുന്നാളിന് മെട്രോയിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ. എന്താ പറഞ്ഞേ? ഭയങ്കര തിരക്കാവും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ പോയിട്ട് നോക്കി നോക്കട്ടെ തിരക്കുണ്ടാവുമെന്ന്. ഇല്ലേ നമ്മുടെ ഔട്ട്ഫിറ്റ്, ഞാനൊരു ടോപ്പാണ്, ഇവള് നല്ല പുതിയ പെരുന്നാൾ സ്പെഷ്യൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ജീൻസും ടോപ്പാണ് ഇട്ടിട്ടുള്ള. വണ്ടി പോട്ടെ. കൂടുതൽ നമ്മൾ മെട്രോ ആക്സസ് ഉള്ള പ്ലേസുകളിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ വണ്ടി ഇല്ലല്ലോ. പോണ പ്ലേസ് ആണെങ്കിൽ കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 18ാം പടിയെങ്ങാറ്റും ഉണ്ട് ഗൈസ് ഇത്. പിന്നെ താനെ പോണ കാരണം കുഴപ്പമില്ല. എവിടെ പോയാലും ഫോട്ടോ സെക്ഷൻ കമ്പൽസറി ആണല്ലോ നമുക്ക്. അപ്പം ഞാൻ കണ്ണട വെച്ചുവിട്ടാ. സ്യൂട്ടാവുണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇങ്ങനെ ചിമ്മി ഇരിക്കുകയായിരുന്നു കണ്ണ്. ഇപ്രാവശ്യം എന്തായാലും കണ്ണട വെച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ നൈറ്റ് ആകുമ്പോൾ മാറ്റി വയ്ക്കാമല്ലോ. ചൂടെടുക്കണേ. നമ്മൾ എത്താറായിട്ട് അവിടേക്ക് കുറച്ച് നടക്കാണ്ട് മെട്രോ ഇറങ്ങിയതിന് ശേഷം. ഇവിടെ ഫുള്ള് സ്വർണ്ണപ്പീടികളാണ്. സ്വർണ്ണപ്പീടികൾ. ഈ ഏരിയ എന്ന് പറഞ്ഞത് കുറേ കടകൾ, സ്വർണ്ണപ്പീടികളും കുറേ കടകളായിട്ടുള്ളതാണ് കേട്ടോ ഈ ഏരിയ. അപ്പം നമ്മളിപ്പോൾ ഒരു ബോട്ടിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ക്ലിയർ സ്പെസിഫിക് പ്ലേസ് നമുക്കറിയില്ല. അപ്പം നമ്മൾ നടന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നൈറ്റ് തിരിച്ച് വന്നിട്ട് കാണാം എന്നാണ് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാണാൻ മാത്രം കുറേ ഷോപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അറിയാത്ത കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. കുറേ മലയാളി ഏട്ടന്മാരോട് ചോദിച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഒരു ഏട്ടൻ ഞങ്ങളെ സഹായിച്ചു, വഴി പറഞ്ഞു തന്നുട്ടാ. ഏട്ടൻ ഞങ്ങൾ പറഞ്ഞു തന്നുട്ടോ വഴി. പ്രമാണിച്ചിട്ട് നല്ല തിരക്കുണ്ട്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി സീനല്ലേ. നമ്മൾ ക്ലിയർ പ്ലേസിലേക്ക് എത്തി. ഇതിൽ പോവാനാണ് ഗൈസ് നമ്മളിപ്പോൾ ഇത്ര ദൂരം വന്നത്. അതിന് പോണ്ട തിരക്ക് നോക്ക്. നമ്മളങ്ങനെ കാത്തിരിപ്പിന് വിരാമം. നമ്മൾ അതിനുള്ളിൽ കയറാൻ പോവാണേ. വലിയ കഥയായിരുന്നു. കേറാണ്. അപ്പുറത്തെ സൈഡിലാവൂലേ? നമ്മളിവിടെ എത്തിയിട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, നല്ലതായിരുന്നു. ഇത് മറ്റേ ഓൾഡ് സുഖം. നമ്മൾ ഈ തിരക്കുള്ളത് കൊണ്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നില്ല. നമ്മൾ തിരിച്ചു പോവാൻ കേട്ടോ. ഈ സെയിം ബോട്ടിൽ തന്നെ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായ? നല്ല അടിപൊളി. ഭയങ്കര അതെ, നല്ല ഇഷ്ടമായ, നല്ല രസമുണ്ടായിരുന്നു. $1 ആ സാധനം.
ഞങ്ങളെ പയ്യനെ പരിക്ക് നിൽക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി തിരിച്ച് കയറി കേട്ടോ. ഒരു ഈവനിങ് ആയി അതുകൊണ്ട് കയറിയത്. പിന്നെ നല്ല തിരക്കാണ് പെരുന്നാൾ അനുബന്ധിച്ചിട്ട് കേട്ടോ. ഓ ഇപ്പൊ മുട്ടും ഇവിടെയാണ് തോന്നുന്നത് ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഒക്കെ കേട്ടോ. ആ മുട്ടി ചൂണി രാത്രിയാവാണെച്ചെങ്കിൽ ഇതില് സൂപ്പർ വ്യൂ ആവുക. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബൈ ബൈ പറയുന്നു. വേറൊരു ദിവസം വന്നിട്ട് നമ്മൾ അത് കാണുന്നതായിരിക്കും കേട്ടോ. ചെറുതായിട്ട് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. രാത്രിയാകുമ്പോ നല്ല ഭംഗി ഉണ്ടാവേ. ഇടിച്ചില്ല. അയ്യോ ഫുള്ള് കൂട്ടിമുട്ടലാണ് കഴിച്ചിട്ട്. എല്ലാ ഫോട്ടോകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടലാ. ഇപ്പുള്ള തിരക്ക് ഇപ്പൊ നോക്കി നോക്ക്, കാലിയാണ്. ആൾക്കാരില്ല, തീരെ. കുറച്ച് അവിടെ ഇവിടെ. ഞങ്ങള് വരുമ്പോ എന്ത് തിരക്കായിരുന്നോ എന്റെ കർത്താവേ. ഇപ്പൊ ഞങ്ങള് ഇവളുടെ ഒരു അങ്കിള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്കിളിനെ കാണാൻ പോവാണേ. കേട്ടില്ലേ, നമുക്ക് അങ്കിളിനെ കിട്ടിയിട്ട് ഇവളുടെ നമ്മള് നടന്ന് ദാഹിച്ചുട്ടാ. ഐസ്ക്രീം എടുത്ത് എന്റെ മാമൻ. നമ്മള് പിന്നെ ഒന്നിനോടും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ശീലമില്ലാത്ത കാരണം നമ്മൾ എടുത്ത് തന്നെ നമ്മളത് കഴിക്കുന്നതായിരിക്കും. നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ലെറ്റ്സ് ചിൽ വിത്ത് ടാറ്റാ.